ഇന്ന് കുഞ്ഞാട് എന്താണെന്ന് അറിയത്തില്ല, പ്യുവർ വൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നേരത്തേക്ക് ഒരു ഡാർക്കിഷ് ഇതവിടെയൊക്കെ വരുമല്ലോ അല്ലേ. ആ മേഘത്തിൻ്റെ മേളിലുള്ള ഡിസൈനൊക്കെ പോലെ അതും കാണേണ്ട കാഴ്ച തന്നെയാണ്. ഈ ഓസ്തിയിൽ ഇത് ആരും ഇങ്ങനെ ആക്കി വെക്കുന്നത്? കുഞ്ഞാട് തന്നെത്താനെ വരുന്നു, കുഞ്ഞാട് തന്നെത്താനെ പോകുന്നു, ഡിസൈൻ തന്നെത്താനെ ഉണ്ടാക്കുന്നു. എന്താ കഥ! കുരിശും ഫ്ലാഗും, എൻ്റെ ദൈവമേ! അതാ ഹാർട്ട് ബീറ്റും കാണിക്കുന്നുണ്ട് അതിനകത്ത്. അയ്യോ ഈശോയെ, ഐ നോ യു ആർ ദെയർ ലോഡ്. നീ മുഴുവനോട് അതിൽ എഴുന്നള്ളിയിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങളെ അറിയിക്കുന്നതിനെ ഓർത്ത്, ഈ പാപിയായ എന്നെ എസ്പെഷ്യലി അറിയിക്കുന്നതിനെ ഓർത്ത് നന്ദിയാണ് പറയുന്നത്. ഈശോയെ, ഹൃദയം നിറയെ വേറൊന്നുമില്ല, സ്നേഹമാണ്, നന്ദിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വല്ലതൊക്കെ പറയും, അതാകെ വിഷമം പിടിച്ചിട്ടാവും. ഈശോയെ, അങ്ങയോട് എനിക്ക് ഒരു വിരോധമോ ഒരു ദേഷ്യമോ ഇല്ല. എല്ലാം ഞാൻ സഹനം ഏറ്റെടുക്കുന്നു, അങ്ങ് കുരിശ് വഹിച്ചതുപോലെ തന്നെ. പക്ഷെ അങ്ങ് ഇങ്ങനെയൊക്കെ എന്നെ വെളിപ്പെടുത്തി തരുന്നതിനെ ഓർത്ത് 1000 കോടി നന്ദി പറയുന്നു ഈശോയെ. അങ്ങയുടെ അനന്തമായ സ്നേഹത്താലും ഞാൻ അങ്ങയുടെ പരിഭവം പറഞ്ഞാലും അങ്ങ് ഒരിക്കലും പരിഭവം പറയുന്നില്ല. എന്നെ എന്നും വീണ്ടും അതേപോലെ തന്നെ ആദ്യം മുതൽ എങ്ങനെ സ്നേഹിച്ചോ അങ്ങനെ തന്നെ ഇന്നും സ്നേഹിക്കുന്നു കർത്താവ്. എൻ്റെ വീഴ്ചകളെല്ലാം സമർപ്പിക്കുന്നു, എൻ്റെ കുറവുകളെയും കുറ്റങ്ങളെയും എല്ലാം സമർപ്പിക്കുന്നു, എൻ്റെ പാപത്തിൻ്റെ അരൂപിയെ സമർപ്പിക്കുന്നു. എന്നിലുള്ള ദേഷ്യം, പക, വിദ്വേഷം എന്നിവയുള്ള അൺഫോർഗീവ്നെസ് ഇവയെല്ലാം മാറ്റണേ ഈശോയെ. അങ്ങ് ആയിരിക്കുന്നത് പോലെ ഞങ്ങളും മറ്റുള്ളവരോടായിരിക്കാൻ, ഞങ്ങളോട് തന്നെ ആയിരിക്കാൻ കൃപ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ചിലപ്പോൾ ചിലതെല്ലാം ഓർക്കുമ്പോൾ സഹിക്കാനേ കഴിയില്ല ഈശോയെ, ക്ഷമിക്കാനേ കഴിയില്ല. പക്ഷേ അങ്ങ് ഞങ്ങൾക്ക് മുന്നേ തന്നെ പോയതാണല്ലോ. ഓ, കുഞ്ഞാടെ, io ti amo, I love you with all my heart, with every cell of my body, every inch of my mind and emotion. I love you. This is all I can offer you today. This is my gift, my life I give to you. I surrender submissively at your feet. ഓ കുഞ്ഞാടെ, പൂർണ്ണമായി സമർപ്പിക്കുന്നു. എന്നെ ഞാൻ അർപ്പിക്കുന്നു, താഴ്മയായി അർപ്പിക്കുന്നു, സർവവും അർപ്പിക്കുന്നു. എൻ്റെ കുടുംബം, എൻ്റെ മകൾ, എൻ്റെ ഹസ്ബൻഡ്, എന്നെ വെറുക്കുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ, എനിക്കായി പ്രാർത്ഥിക്കുന്നവർ, നന്മ വരണമെന്ന് പ്രാർത്ഥിക്കുന്നവർ, തിന്മ വരണമെന്ന് പ്രാർത്ഥിക്കുന്നവർ, എല്ലാവരെയും സമർപ്പിക്കുന്ന കർത്താവേ. കുഞ്ഞാടെ, എനിക്കായി മുറിയപ്പെട്ടവന്, എനിക്കായി ജീവൻ ബലിയർപ്പിച്ച കുഞ്ഞാടെ, ലോകത്തിൻ്റെ സകല പാപങ്ങൾക്കുമായി അർപ്പിച്ച കുഞ്ഞാടെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഇങ്ങനെ അങ്ങേ ഡെയിലി കണ്ട് ആരാധിക്കാനായിട്ട്, ജീവനോടെ കണ്ട് ആരാധിക്കാനായിട്ട് ഒരവസരം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കെല്ലാം ഒരുക്കി തരുന്ന അങ്ങയുടെ വലിയ കരുണയെ ഓർത്ത്, അങ്ങയുടെ ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്തെ ഓർത്ത് ദൈവമേ കോടാനുകോടി നന്ദി പറയുന്നു. ഹൃദയം നന്ദി കൊണ്ട് നിറയുന്നു കർത്താവേ. സ്നേഹം തുടിക്കുന്നു ഈശോയെ. എങ്ങനെ പറയും, എങ്ങനെ അറിയിക്കുമെന്നറിയില്ല, എന്ത് പറഞ്ഞ് അറിയിക്കുമെന്നറിയില്ല, വാക്കുകളില്ല കർത്താവേ. അങ്ങോട്ടുള്ള സ്നേഹം അറിയിക്കാൻ ഞങ്ങൾക്ക് ചിലപ്പോൾ വാക്കേ ഇല്ല കർത്താവേ, ഒന്നും പറയാൻ പറ്റില്ല. ആ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ അങ്ങ് സ്നേഹിക്കുന്ന സ്നേഹത്താൽ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ടുള്ള കൃപ തരണമേ. പലപ്പോഴും പറ്റില്ല ഈശോയെ അങ്ങനെയൊന്നും, പക്ഷെ അങ്ങ് കൃപ ഞങ്ങൾക്ക് തരണേ എന്ന് യാചിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പം അതെല്ലാം മാറിപ്പോയത് കണ്ടോ നിങ്ങൾ? ആ ഓസ്തി തന്നെയാണ്, പക്ഷെ കുഞ്ഞാട് അവിടെ ഇല്ല. പക്ഷെ ഞാൻ അവിടെ ആയിരുന്നപ്പോൾ, ഈ ഷ്രൈനിലായിരുന്നപ്പോൾ, ഈ സാങ്ച്വറിയിലായിരുന്നപ്പോൾ
വിശുദ്ധ മിഖായേലിൻ്റെ ഞാൻ മുഴുവൻ സമയം ഈ കുഞ്ഞാടിനെ എഴുന്നള്ളിച്ച് നിത്യാരാധന ചാപ്പലിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠ അൾത്താരയിൽ ചെയ്ത് മുഴുവൻ സമയം 1 മണിക്കൂറോളം സമയം ആരാധന സമയം മുഴുവനും നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞു, നേരത്തെ വീഡിയോയിൽ. അതുപോലെ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് പോയി നിത്യാനന്ദ ചാപ്പലിലേക്ക് അവസാനം അച്ഛൻ കയറുന്നത് വരെയും ആ കുഞ്ഞാട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു മാറ്റവും സംഭവിച്ചിരുന്നില്ല. അത് ഇപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ മോണിറ്ററിൽ വളരെ വലുതായിട്ടാണ് കാണുന്നത്. ഇതുപോലെ തന്നെയാണ് എനിക്ക് അത്രയും ദൂരത്തിലിരുന്നും ഞാൻ ആ ബസലിക്കയിൽ ചെറിയ പള്ളിയിൽ ഗുഹയിലായിരിക്കുമ്പോൾ തന്നെ എനിക്കത് കാണാൻ പറ്റി. മുഴുവൻ നേരവും ഈശോ സാന്നിധ്യം അറിയിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു, ഈശോ എന്നെ വിളിച്ചതാണ്, വിശുദ്ധ മിഖായേൽ എന്നോട് വിളിച്ചതാണ്. അവിടെ ചെന്നപ്പോൾ എനിക്കൊരു വലിയൊരു ഇൻറ്റിമസിയാണ് തോന്നിയത്. വിശുദ്ധ മിഖായേൽ അവിടെയുണ്ട്, എൻ്റെ ഈശോ അവിടെ ഉണ്ട്. കുറേ സമയങ്ങൾ അവിടെ ഇരുന്നു. അതെനിക്ക് വലിയൊരു പ്രതീക്ഷയാണ് തന്നത്, വലിയൊരു സമാധാനമാണ് തന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലായ്പ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കൊന്നും കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. വലിയ കാര്യങ്ങൾ ദൈവം നമുക്ക് ചെയ്തു തരുന്നുണ്ടാവും, നമ്മൾ അറിയുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം മാത്രം അതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ അപ്പോഴും ദൈവം നമ്മളെ വിട്ടുമാറിപ്പോകുന്നില്ല. അതാണ് എനിക്ക് ഇന്ന് തിരുവോസ്തിയിൽ അറിയാൻ കഴിഞ്ഞത്. ഞാൻ രാവിലെ ചില കാര്യങ്ങളെ ഓർത്ത് വളരെയധികം അപ്സെറ്റായിരുന്നു. ചില കാര്യങ്ങൾ കണ്ടതോർത്ത് ഞാൻ അപ്സെറ്റായിരുന്നു. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, അങ്ങനെ അങ്ങയുടെ തിരുസാന്നിധ്യം അരുളിക്കയിൽ ഡെയിലി അറിയിക്കുന്നുണ്ട്. ചിലപ്പോൾ ചെറിയ രീതിയിലായിരിക്കാം, ചിലപ്പോൾ ഇന്ന് കണ്ട കണക്ക് വലിയ രീതിയിലായിരിക്കാം, ചിലപ്പം കുഞ്ഞാടിപ്പോൾ ഇതിലേ പോയി കാണുന്നില്ലല്ലോ, ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നിയോഗം വെച്ചതൊന്നും നടന്നിട്ടില്ലല്ലോ എന്നിങ്ങനെ ഞാൻ ഈശോയോട് പറഞ്ഞ് വിഷമിച്ചു. പരിതാപം ആയിരുന്നു എനിക്ക്, പദം പറച്ചിലായിരുന്നു. പക്ഷേ ഈശോ ഇന്നും ഇന്നലെയും നാളെയും എന്നേക്കും ഒരേ ദൈവമാണ്. ഞാനിച്ചിരി പദം പറഞ്ഞുകൊണ്ടോ, ഞാനിച്ചിരി കരഞ്ഞതുകൊണ്ടോ, ഞാനിച്ചിരി ദുഃഖിച്ചത് കൊണ്ടോ ദൈവം ചെയ്തു തരാത്ത സമയമായില്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്തതെന്ന് ഞാനും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോഴെല്ലാം ആ വേദനയും പ്രതീക്ഷയും അറ്റുപോകുന്ന അവസ്ഥയെല്ലാം ഓർക്കുമ്പോൾ കരയും. പക്ഷേ ഈശോ ഒരിക്കലും മാറുന്നില്ല, നിത്യനാണ്, അനാദിയാണ്, സ്വഭാവത്തിന് മാറ്റം വരാത്തതാണ്. ഞാൻ വിഷമിച്ചാലും വിഷമിച്ചില്ലെങ്കിലും, ഞാൻ ഈശോയോട് വിഷമം പ്രകടിപ്പിച്ചാലും ഇല്ലെങ്കിലും, ഈശോയ്ക്ക് എന്നോട്, മകളെ നിന്നോട് ഒരു വിഷമമില്ല, മകനെ നിന്നോട് ഒരു വിഷമമില്ല, നീ അപ്പൻ്റെ കുഞ്ഞാണ്. കുഞ്ഞുങ്ങൾ ഒരു ഗ്ലാസ് കൊണ്ടുവന്ന് പാൽ കൊണ്ടുവന്ന് മേശമേൽ വെച്ച് ഒരു 3 വയസ്സുള്ള കുട്ടിയെ എടുത്ത് കുടിക്കാൻ പറഞ്ഞ് പെട്ടെന്ന് അത് അതിൻ്റെ മേത്തുൾപ്പെടെ താഴേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ തല്ലിക്കൊല്ലുമോ? ഇല്ലല്ലോ. സാറില്ല മോളെ, മമ്മി അടുത്ത പാല് കൊണ്ടുവരാമെന്ന് പറയും, അടുത്ത ഗ്ലാസ് കൊണ്ടുവരാമെന്ന് പറയും. ഇതല്ലേ നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും ദൈവം തൻ്റെ പിറകിൽ എറിഞ്ഞു കളയുന്ന വാഗ്ദാനമാണ് തന്നിരിക്കുന്നത്. ആ ദൈവമാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ദൈവം എൻ്റെ തുണയാണ്, എൻ്റെ പ്രതീക്ഷയാണ്, എൻ്റെ പ്രത്യാശയാണ്, എൻ്റെ ആശയാണ്.
കുഞ്ഞാട് മാറിപ്പോയി. തിരുരക്ത സാന്നിധ്യം വീണ്ടും തന്നെ കാണുന്നുണ്ട്. ജലവും കാണുന്നുണ്ട്. നീല കളറ് തിരുജലമാണ്. Benedetto il nome di Gesù, benedetto il suo sacratissimo cuore, benedetto il suo preziosissimo sangue, benedetto Gesù nel santissimo sacramento dell'altare, benedetto lo Spirito Santo Paraclito, benedetta la Gran Madre di Dio, Maria Santissima, benedetta la sua Santa Immacolata Concezione, benedetta la sua gloriosa Assunzione, benedetto il nome di Maria Vergine Madre, benedetto San Giuseppe, suo castissimo sposo, benedetto Dio nei suoi angeli e nei suoi santi. Adoramus te, Domine. 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 നിത്യാറാധന ചാപ്പലിലേക്കാണ് ഇപ്പോൾ അച്ഛൻ കയറി പോകുന്നത്.